വിശദമായ വാർത്തകളിലേക്ക്. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തെ യാഥാർത്ഥ്യബോധത്തോടെ സമീപിക്കാൻ സമൂഹങ്ങളും ലോകരാഷ്ട്രങ്ങളും തയ്യാറാകണമെന്ന് KCBC ഭീകരവാദ നീക്കങ്ങളെയും അവർക്ക് പിന്തുണ നൽകുന്ന പ്രവണതകളെയും അപലപിക്കുന്നു. ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് പ്രശ്നപരിഹാരത്തിനുള്ള ചർച്ചകളാണ് ഉണ്ടാകേണ്ടതെന്നും KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ ജേക്കബ് ജി പാലക്കപ്പള്ളി പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇസ്രായേലിനെതിരെ ഹമാസ് തീവ്രവാദികൾ നടത്തിയ രൂക്ഷമായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ ഭരണകൂടത്തോടും ഇസ്രായേലിലെ ജനങ്ങളോടും അവരുടെ വേദന പങ്കുവച്ചതിനോടൊപ്പം യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും മുറിവേൽപ്പിക്കപ്പെടുകയും എല്ലാം നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാധാരണ ജനങ്ങളെ ചേർത്തുപിടിക്കുന്ന ഫ്രാൻസിസ് പാപ്പയുടെ സമീപനം ഭരണകൂടങ്ങൾക്ക് മാതൃകയാണ്. യുദ്ധം ആർക്കും വിജയങ്ങൾ സമ്മാനിക്കുന്നില്ല. അനിവാര്യമായ പ്രശ്നപരിഹാരത്തിലേക്ക് അത് നയിക്കുന്നതുമില്ല. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള സമീപനമാണ് ലോകരാജ്യങ്ങളെല്ലാം ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ടത്. ജോലിക്കായും പഠനത്തിനായും ഇസ്രായേലിലും പലസ്തീനിലുമായി കഴിയുന്ന ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടതും വേണ്ടിവന്നാൽ നാട്ടിലേക്ക് തിരിച്ചുവരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതും ഇന്ത്യ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. കേരളത്തിൽ നിന്നും ജോലിക്കായി പോയിട്ടുള്ളവരുടെ സുരക്ഷയെക്കുറിച്ച് സംസ്ഥാന സർക്കാർ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. വർഗീയതയുടെ കണ്ണിലൂടെ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നങ്ങളെ കാണുന്ന സമീപനങ്ങളും അത്തരം പ്രചരണങ്ങളും കൂടുതൽ ദോഷമേ സൃഷ്ടിക്കുകയുള്ളൂ. ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തെ തുടർന്ന് സങ്കുചിതമായ മതവർഗ ചിന്തകളും വിദ്വേഷ പ്രചരണങ്ങളും കേരള സമൂഹത്തിൽ പോലും വലിയ വിഭാഗീയതയ്ക്ക് കാരണമാകുന്നത് നല്ല പ്രവണതയല്ല. മാനവികതയുടെ വിശാലമായ കാഴ്ചപ്പാടിലൂടെ ഈ പ്രതിസന്ധി ഘട്ടത്തെ സമീപിക്കുകയും സാഹോദര്യത്തോടെ ക്രിയാത്മക ഇടപെടലുകൾ നടത്തുകയുമാണ് കരണീയം. താരതമ്യേന ചെറിയ രണ്ട് സമൂഹങ്ങൾ തമ്മിലുള്ള യുദ്ധമെങ്കിലും അത് ലോകരാജ്യങ്ങളെയെല്ലാം പ്രത്യക്ഷമായോ പരോക്ഷമായോ ബാധിക്കുന്ന പശ്ചാത്തലത്തിലും ഇനിയുമേറെ സാധാരണ ജനങ്ങൾക്ക് ജീവാപായവും മറ്റ് നാശനഷ്ടങ്ങളും ഉണ്ടായേക്കാവുന്ന സാധ്യതകൾ പരിഗണിച്ചും ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് പ്രശ്നപരിഹാരത്തിനുള്ള ചർച്ചകളാണ് ഉണ്ടാകേണ്ടത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വംശീയ വിരോധവും അന്യമത വിദ്വേഷവും വിഭാഗീയ ചിന്തകളും ഉപേക്ഷിച്ചുകൊണ്ട് മുൻകാല അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ സമുദായ രാഷ്ട്രീയ നേതൃത്വങ്ങൾ സന്നദ്ധമാവുകയും സ്വന്തം സമൂഹങ്ങളെ അതിനായി ഉദ്ബോധിപ്പിക്കുകയും വേണം. തീവ്രവാദ സംഘങ്ങളുടെയും ഭീകരപ്രവർത്തനങ്ങളുടെയും ഭീഷണികളിൽ നിന്ന് വിമുക്തമായ ഒരു പുതിയ ലോകത്തിനായി ഉത്തരവാദിത്ത ബോധത്തോടെ യോജിച്ചു പ്രവർത്തിക്കുന്ന നേതൃത്വങ്ങളാണ് ഈ ലോകത്തിന് ആവശ്യം. ലോക സമാധാനത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ഭീകരവാദ നീക്കങ്ങളെയും അവർക്ക് പിന്തുണ നൽകുന്ന പ്രവണതകളെയും അപലപിക്കുന്നതോടൊപ്പം പീഡിത സമൂഹത്തിന് കേരള കത്തോലിക്ക സഭയുടെ ഐക്യദാർഢ്യം അറിയിക്കുന്നതായും പ്രസ്താവനയിൽ പറയുന്നു. ഷെക്കേന ന്യൂസ്, കൊച്ചി.